കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വ്യത്യസ്തതയുടെ രുചികളാണ്. കുറച്ച് ഫിജിയോവ ഇങ്ങ് പെറുക്കിക്കൊണ്ട് പോകാവേ. പെറുക്കിക്കൊണ്ടുപോയി നമുക്ക് ഫിജിയോവ കൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഇതെല്ലാം വളരെ ചെറിയ ഫിജിയോവാസ് ആണ് കേട്ടോ. നമ്മൾ വലുതായിട്ട് നിന്നതാണേ. എനിക്ക് തോന്നുന്നത് എൻഡ് ഓഫ് ദ സീസൺ ആയപ്പോഴത്തേക്കും ഇത് ചൂടുകാലത്തുണ്ടാകുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ ഫിജിയോവാസ് പെറുക്കിക്കൊണ്ടു. ഫിജിയോവയും പെറുക്കിയെടുത്തു. നമ്മൾ സാധാരണ പിക്കലുണ്ടാക്കുന്ന പോലെ തന്നെ അച്ചാറുണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇതിപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പൊടികളെന്ന് പറഞ്ഞെങ്കിൽ കായത്തിൻ്റെ പൊടിയും നമ്മുടെ കടുക് പൊടിച്ചതും അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾ പൊടിയും മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അച്ചാർ പൊടി ഇട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ നമ്മുടെ ഫിജിയോവയും ചെറുതായിട്ട് ഞുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടാക്കാം അല്ലേ. നമ്മൾ സ്റ്റൗ കത്തിച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ കൊണ്ട് തന്നെ കുറച്ചേ ഉള്ളതാനും കുറച്ച് നാളത്തേക്ക് വലിയ ഉള്ളൂ. അപ്പം പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ സാധാരണ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ച കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ. കുറച്ചല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും ഇല്ലല്ലോ. ഇനി വേണേൽ നമുക്ക് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉലുവ തീർന്നിട്ടിരിക്കുക. കടുക് പൊട്ടി തീർന്ന് കഴിയുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് കരിവേപ്പിലയാണ്. കരിവേപ്പില ഒന്ന് മൂക്കട്ടെ. ഇതൊക്കെ വെള്ളം പറ്റി കഴിയുമ്പം, അതായത് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പം നമുക്ക് നമ്മുടെ ഇതിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫിജിയോവയുടെ തൊലിയിട്ട് കൊടുക്കാം. ഇത് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഇതും കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കിടന്നതിൻ്റെ വെള്ളം പോകണം. അതുകൊണ്ടാണ് ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇത് കേടായി പോകും. വെള്ളം ഉള്ളതുകൊണ്ട് ഈ ഒച്ച തേക്കണം. വെള്ളം പോട്ടെ. അപ്പം നമുക്ക് ഇവിടെ കിടന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് തോരട്ടെ. ഇനി ഇതിൻ്റെയൊക്കെ വെള്ളം പറ്റി കഴിയുമ്പോൾ കണ്ടോ, വെള്ളം പറ്റി വച്ച തീർന്നല്ലോ. വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കാവേ. ഞാനിത് കടുക് പൊടിച്ചതും ഉലുവ പൊടിച്ചതും കായപ്പൊടിയും കൂടെ കേട്ടോ, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പും ഇട്ട് കൊടുക്കാം. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ തീ വയ്ക്കണേ, അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, ഇത് വളരെ കുറച്ചല്ലേ എമൗണ്ട് ഉള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി ഇങ്ങനെയുള്ള ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇതിന് വലിയ പുളിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്
വേണ്ട, വളരെ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കൂട്ടാം. ആപ്പിൾ സൈഡർ വിനിഗറും ഒഴിച്ച് കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് തിളച്ച് കഴിയുമ്പം നമ്മുടെ അച്ചാർ റെഡിയാണ്. ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് തിളക്കട്ടെ. ഇതിങ്ങനെ ഉണ്ടല്ലോ അലുത്ത് പോകുന്ന പോലത്തെ സാധനമാണേ. അപ്പോൾ ഇതിങ്ങനെ നല്ല രുചിയിലൊരു ചമ്മന്തിയൊക്കെ പോലെയുള്ള. നമുക്ക് വേണമെങ്കിൽ ഇതിന് പച്ച കളറിൽ തന്നെ കുറച്ചും കൂടെ കട്ടിയിൽ എടുക്കാം. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാക്കി എടുത്തത്. കുറച്ച് നേരം കൂടെ നമ്മൾ തീ വെച്ചല്ലോ, അതുകൊണ്ട് നന്നായിട്ടൊരു വെന്ത മോതിരം പോലെയായി. നല്ല പുളിയും നല്ല ഉപ്പും ഇട്ടുള്ളൊരു നല്ലൊരു അച്ചാർ. നല്ല പുളിയാണേ, കുറച്ച് പുളി വിനാഗിരി ഒഴിച്ചാലും മതിയായിരുന്നു. ഇതിനൊരു ചവർപ്പ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു ടേസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടി നമ്മളൊരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര നമ്മുടെ വിനീഗറിൻ്റെ പുളിയും ഇനി ഇതിൻ്റെ ആ ചവർപ്പും എല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ മധുരം ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പം നമുക്കൊരു ബോട്ടിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫിജിയോവയുടെ തൊണ്ട് കൊണ്ടുള്ള പിക്കിൾ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഒത്തിരി ചോറുണ്ണാതെ ഒരു പറ ചോറുണ്ണാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് കുറച്ച് ചോറുണ്ണുമ്പം ഒരു തൊടുകറിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. വളരെ ഒരു വ്യത്യസ്തതയുള്ള ഒരു രുചിയുള്ളതാണ്. ഇതിനൊരു കമർപ്പുണ്ട്, എന്നാൽ ഒരു മധുരമുണ്ട്, പുളിയുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടും ഉള്ളൊരു പ്രത്യേക രുചിയുള്ള ഒരു പിക്കിള്, അങ്ങനെയുള്ളൊരു പിക്കിള്. അപ്പോൾ നിങ്ങൾ ഫിജിയോവ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ. താങ്ക് യു, ബൈ. നമ്മൾ അച്ചാറിൻ്റെ ചൂട് പോയി കഴിഞ്ഞപ്പോഴേ നമ്മളൊരു ചെറിയ കുപ്പി കഴുകി വൃത്തിയാക്കി അത് വെള്ളം കളഞ്ഞ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. റെഡിയായിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾക്ക് കുറച്ച് ദിവസത്തേക്ക് കാണും, അത്രേ ഉള്ളൂ.